പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ISL 11ാം സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോർ എടുത്ത് പരിശോധിച്ചാൽ അതിൽ ഇപ്പോഴും ഏറ്റവും മോശമായി നിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പിംഗ് തന്നെയാണെന്ന് പറയേണ്ടി വരും. പ്രധാനമായും 3 ഗോൾ കീപ്പർമാരാണ് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനുള്ളത്. നമ്പർ 1 ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷും അതുപോലെ തന്നെ സെക്കൻഡ് ഗോൾ കീപ്പറായി സോംകുമാറും തേർഡ് ഗോൾ കീപ്പറായി നോറ ഫെർണാണ്ടസുമാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിനുള്ളത്. ഇതിൽ സോംകുമാറിനെയും അതുപോലെ തന്നെ സച്ചിൻ സുരേഷിനെയും ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ഇറക്കിയിട്ടുണ്ട്. എന്നാൽ നോറ ഫെർണാണ്ടസിന് ഈ സീസണിൽ ഒറ്റ മത്സരത്തിൽ പോലും ബ്ലാസ്റ്റേഴ്സ് അവസരം കൊടുത്തിട്ടില്ല. അദ്ദേഹം ആകെ ഇറങ്ങിയിട്ടുള്ളത് ഡ്യൂറൻ കപ്പിൽ സച്ചിൻ സുരേഷിന് പരിക്ക് പറ്റിയപ്പോൾ പകരക്കാരനായിട്ട് മാത്രമായിരുന്നു. നോറ ഫെർണാണ്ടസിന് ISLൽ ഇതുവരെയായിട്ടും ബ്ലാസ്റ്റേഴ്സ് അവസരം കൊടുത്തിട്ടില്ല എന്നത് തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യവും. എന്നാൽ സച്ചിൻ സുരേഷും അതുപോലെ തന്നെ സോംകുമാറും ഇപ്പോൾ അപ്പാടെ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് സച്ചിൻ സുരേഷിൻ്റെ കാര്യം തന്നെയാണ്. താരം അനാവശ്യമായി ഗോൾ വഴങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് എല്ലാ മത്സരങ്ങളിലും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നോറ ഫെർണാണ്ടസിന് അടുത്ത മത്സരങ്ങളിൽ അവസരം കൊടുക്കണം എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരൊക്കെ ഇപ്പോൾ അവകാശപ്പെടുന്നത്. എന്തായാലും അടുത്ത മത്സരങ്ങളിൽ നോറ ഫെർണാണ്ടസിനെ ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പറായി ഇറക്കുമെന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും. എന്തായാലും ഐസ്വാൾ FC-യിൽ നിന്ന് മികച്ച പ്രകടനം നടത്തിയിട്ടാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് അവസരം കൊടുക്കാത്തതെന്നൊന്നും വ്യക്തമല്ല. എന്തായാലും അടുത്ത മത്സരങ്ങളിൽ നോറ ഫെർണാണ്ടസിനെ ഇറക്കണമെന്നാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരൊക്കെ ഇപ്പോൾ അവകാശപ്പെടുന്നത്. എന്തായാലും അടുത്ത മത്സരങ്ങളിൽ നോറ ഫെർണാണ്ടസിനെ ബ്ലാസ്റ്റേഴ്സ് ഉപയോഗിക്കുമെന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും.